ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു നല്ല ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മളെ ഈ ദിവസത്തിന് ഒരുക്കിയതായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ കൂടുതൽ വെളിച്ചത്തിനായി എപ്പോഴും അന്വേഷിക്കുക, കൂടുതൽ വെളിച്ചത്തിനായി എപ്പോഴും അന്വേഷിക്കുക എന്ന തലക്കെട്ടോടുകൂടി ഒരു വാചകമാണ് ചിന്തിക്കുവാനുള്ളത്. അതിനായി നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. സഭാപ്രസംഗി 1:13 ഇപ്രകാരം വായിക്കുന്നു: ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ച്. ദൈവം പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഏതിന് ഒരു തുടക്കത്തിനും നമ്മൾ പോകുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ മുൻനിർത്തിയാണ് പോകേണ്ടത്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നു, നമുക്ക് അറിയുന്നതായ എല്ലാ ജ്ഞാനവും അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ ബുദ്ധിപരമായ മുന്നേറ്റം എന്ത് തന്നെ ആയിരുന്നാലും അധിക വെളിച്ചത്തിന് വേണ്ടി തിരുവെഴുത്തുകളെ പരിപൂർണമായും നിരന്തരമായും അന്വേഷിക്കേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന ഒരു ചിന്ത നാം ഓരോരുത്തർക്കും ആവശ്യമാണ്. നിർഭാഗ്യവശാൽ അതിന്ന് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ദൈവം തരുന്ന ആ ജ്ഞാനം അത് ദൈവത്തിൻ്റെ ഒരു മഹാദാനമാണ്. ആ ജ്ഞാനത്തിൽ കൂടിയായിരിക്കണം നാം ഓരോരുത്തരും മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഈ കാലത്തുള്ള വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുക. അവർ ദൈവത്തിൻ്റെ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് അവർക്കൊരു പൂർണ്ണതയിലെത്താൻ കഴിയില്ലെന്ന് ഒരു ആത്മീയ ചിന്താകോളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവാം. അല്ലെങ്കിൽ ലൗകികമായ ചിന്തയിൽ ലോകപരമായ ചിന്തയിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ശരിയായിരിക്കാം. എന്നാൽ ദൈവഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മാത്രമേ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാവൂ. പലപ്പോഴും നമ്മളെ കുഞ്ഞുങ്ങളൊക്കെയും ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവാലയത്തിൽ കടന്നു വരാതെയും ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് പങ്കെടുക്കാതെയും ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെയും ഇന്ന് മാതാപിതാക്കൾ പറഞ്ഞു വിടുകയാണ്. കാരണം മാതാപിതാക്കൾ ആഗ്രഹം ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം, അറിവ് അവർക്ക് കിട്ടണമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ അറിവ്, ജ്ഞാനം അത് ദൈവം തരുന്ന ദാനമാണ്. ആ ദാനത്തെ നമ്മൾ അറിയാതെ പലപ്പോഴും മാറിപ്പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അതിൻ്റെ മുഖ്യ കാരണക്കാർ ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം. ഈ മാതാപിതാക്കളായി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് സാധാരണ വിദ്യാഭ്യാസത്തിൽ കൂടി ദൈവവചനം കൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഓരോ മാതാപിതാക്കളെയും കടമയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ കൂടി നമ്മൾ വളരണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ഇല്ലെങ്കിൽ ഈ ഓരോ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഇന്നെന്ത് ചെയ്യും? ഈ ലോകത്തിൻ്റെ ഇരുട്ടിൽ തപ്പിത്തടയേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ ആ പിടിയിലാണ്, ഈ ലോകത്തിൻ്റെ ഇരുളിൽ കിടന്ന് തപ്പിത്തടയുകയാണ്. അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ ചന്ദ്രൻ പ്രകാശിക്കും പോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രകാശിക്കേണ്ടവരാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 8:12 പറയുന്നു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും. നമ്മൾ ജീവൻ്റെ വെളിച്ചമുള്ളവരാകണമെങ്കിൽ ആരുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കണം? കർത്താവായ യേശു എന്ന ആ വലിയ വെളിച്ചത്തിൽ കൂടി നമ്മൾ നടക്കണം. തീർച്ചയായും അങ്ങനെ ഒരു വെളിച്ചത്തിൽ കൂടി നമ്മളെ കുഞ്ഞുങ്ങളെ ഈ പകൽക്കാലം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെങ്കിൽ, അവർ ഇന്നു മുതൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി നടക്കാമെങ്കിൽ, ഇന്ന് ഈ കാലഘട്ടം നമുക്ക് കേൾക്കുന്നതായ ദൈവികമായ ചിന്ത കൂടി അവരുടെ മനസ്സിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഈ ലോകത്തിന് നല്ല ഒരു പൗരനായി മാറും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയ രക്ഷിതാക്കളെ, നിങ്ങളോടാണ് ഇന്ന് പറയുവാനുള്ളത്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ആയിരിക്കണം അവരെ നടക്കാൻ. കാരണം നമുക്കറിയാം, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് ഈ പകൽക്കാലം പറയാനുള്ളത്, നമ്മളെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ആവുമ്പോൾ അവർ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നേറും. അവർക്ക് ദൈവം തരുന്നതായ ആ ദാനം, ആ ജ്ഞാനം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് ഇവിടെ
സദൃശവാക്യങ്ങൾ 1:7 പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നു. നമുക്ക് ഓരോ കുഞ്ഞുങ്ങൾക്കും യഹോവ ഭക്തി ഉണ്ടെങ്കിൽ അവരുടെ ജ്ഞാനം അവിടെ നിന്ന് ആരംഭിക്കും. ഒരുപക്ഷെ ഇന്നത്തെ ഈ കാലത്ത് ഈ ലോകത്ത് നടക്കുന്നതൊക്കെയും ദൈവത്തെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവകൃപയിലല്ലാതെ നടക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഓരോ പ്രവൃത്തികളും ഇന്ന് ലോകത്തിന് വളരെയേറെ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മളെ കുഞ്ഞുങ്ങളെ പൊതുവിദ്യാഭ്യാസത്തിന് കൂടി തന്നെ ദൈവിക വചനമായ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ വളർത്തുമെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ നമുക്ക് സഭയ്ക്കും സമൂഹത്തിനും ഒരു നല്ല പൈതങ്ങളായി മാറ്റുവാൻ കഴിയും. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെ ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളെ തലമുറകൾക്ക് വേണ്ടി യാചിക്കുവാനാണ് കർത്താവേ. ഞങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നതായ വാർത്തകൾ കർത്താവേ, കുഞ്ഞു കുട്ടികൾ മുതൽ കർത്താവെ മുതിർന്നവരെ ലഹരിക്ക് അടിമയായി ദൈവമേ മാതാപിതാക്കൾക്ക് വരെ ഭയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ അവിടെ നിന്ന് തരുന്ന ജ്ഞാനത്തിൽ കൂടി വളരുവാൻ ഞങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുതലും കൃപയും ഇന്നത്തെ തലമുറയെ അങ്ങ് താങ്ങി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേൾക്കുന്നതായ ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ മാതാപിതാക്കൾ കൂടി ഇന്ന് ഈ വചനം ദൈവമേ അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തി വരും തലമുറയെ വാർത്തെടുക്കുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്നുകൂടി എല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ചുരുക്കമായി യാചന കൈക്കൊള്ളണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ വെച്ച് മറ്റേ യേശുവിൽ കൂടി യാചിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗം നല്ല പിതാവേ. ആമേൻ.